അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തവണ റമദാനിന് തുടക്കം കുറിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. റമദാൻ വിശ്വാസിക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന മാസമാണ്. പാപ പരിഹാരത്തിൻ്റെ പ്രതീക്ഷ, സ്വർഗപ്രവേശത്തിൻ്റെ പ്രതീക്ഷ. ഈ സന്ദർഭത്തിൽ റമദാനിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി പാപങ്ങളിൽ നിന്ന് മുക്തരായി സ്വർഗത്തിൽ കടക്കുവാൻ തക്കവണ്ണം ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ, ജീവിതത്തെ സൽപാന്താവിലൂടെ നയിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധമാകണമെന്നാണ് ഒരാശംസാരൂപത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, റമദാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം വളരെ വലുതാണ്. ആ മാറ്റം പരിശുദ്ധ ഖുർആനിലൂടെ ഉണ്ടാകേണ്ട മാറ്റമാണ്. പരിശുദ്ധ ഖുർആനാണ് റമദാനിൻ്റെ സവിശേഷത. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്കാകമാനമുള്ള മാർഗദർശനമാണ്, സത്യാസത്യ വിവേചകമാണ്, മാർഗദർശനത്തിൻ്റെ കൃത്യമായ തെളിവാണ്. അങ്ങനെയുള്ള ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കണം. പരിശുദ്ധ ഖുർആൻ പടച്ചവന്റെ വർത്തമാനമാണ്. സൃഷ്ടികർത്താവായ തമ്പുരാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംസാരിച്ചു നിർത്തിയതല്ല, മറിച്ച് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള പടച്ചവന്റെ വർത്തമാനമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അകത്തളത്തിലേക്ക് കടന്നു ചെന്ന് ഖുർആനിന്റെ ആശയപ്രപഞ്ചത്തിലൂടെ നടന്നുപോയി പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകളായി തീരാൻ ഈ റമദാനിലെ വ്രതാനുഷ്ഠാനവും രാത്രി നമസ്കാരവും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അതിനാണ് റമദാൻ. പരിശുദ്ധ ഖുർആൻ സ്വന്തം ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കുവാൻ, അങ്ങനെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തിനുള്ള പരിശീലനം ലഭിക്കുവാൻ, പാപങ്ങൾ കഴുകിക്കളയുവാൻ. തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളുണ്ടാകും. ആ അബദ്ധങ്ങൾ മുഴുവനും പടച്ച തമ്പുരാന്റെ സന്നിധിയിൽ കരഞ്ഞ് മാപ്പ് ചോദിച്ച് അത് കഴുകിക്കളയാൻ റമദാനിലെ രാത്രി നമസ്കാരത്തിലൂടെ കഴിയണം. അതോടൊപ്പം തന്നെ പകലിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ ജീവിതത്തിന് ചിട്ടയുണ്ടാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജീവിതത്തെ സമർപ്പിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ റമദാനിന്റെ ദിനരാത്രങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കൊഴിഞ്ഞു പോവുകയും പരിശുദ്ധ ഖുർആൻ സ്വന്തം ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകളായി തീരുവാനും നമുക്ക് സാധിക്കണം. ഖുർആനിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മാനവികത ഉൾക്കൊള്ളുന്ന, വർഗീയത വെടിഞ്ഞ, തീവ്രവാദമില്ലാത്ത, ഭീകരവാദമില്ലാത്ത, അന്യരോട് ദേഷ്യമില്ലാത്ത, ദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, മനസ്സിൽ സ്നേഹം നിറച്ച, കാരുണ്യത്തോടുകൂടി മറ്റുള്ളവരെ കാണുന്ന, എല്ലാവർക്കും സത്യത്തിന്റെ സന്ദേശം എത്തിക്കുക എന്ന വലിയ നന്മയുടെ ദൗത്യം നിർവഹിക്കുന്ന ആളുകളായി തീരുക എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിച്ചൊരു സമൂഹത്തിന്റെ ചിത്രം അതാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവർ, അവരെ നന്മയിലൂടെ നടത്തേണ്ടവർ, തിന്മയിൽ നിന്ന് പിടിച്ചു വെക്കേണ്ടവർ, അതേപോലെ തന്നെ സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ മാർഗത്തിലൂടെ ജീവിക്കേണ്ടവർ. അങ്ങനെ നന്മയുടെ വക്താക്കളായി, തിന്മയുടെ എതിരാളികളായി നന്മയ്ക്കു വേണ്ടി നിലനിന്ന് തിന്മയിൽ നിന്ന് വെടിയാൻ സമൂഹത്തെ ബോധവൽക്കരിച്ച് അങ്ങനെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ ഈ റമദാനിലെ വ്രതാനുഷ്ഠാനം വഴി നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് നമുക്ക് സാധിക്കണം. അതിനാകട്ടെ ഈ റമദാനിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ അതിനുവേണ്ടി സന്നദ്ധമാകുക, ഖുർആനിലൂടെ കടന്നു പോവുക, ഖുർആനിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അർത്ഥകൽപ്പനകൾ മനസ്സിലാക്കുക. അങ്ങനെ ഖുർആനിന്റെ ജീവിക്കുന്ന മാതൃകകളായി തീർന്ന് റമദാനിനെ പൂർണ്ണമായും പ്രയോഗവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തി മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശം നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാവരെയും സർവശക്തൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.